ഹായ് ഹലോ കൂട്ടുകാരെ, ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് 2 റോബസ്റ്റ പഴവും ഇതുപോലെ 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയും വെച്ചിട്ട് നമുക്കൊരു കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാട്ടിത്തരാം. ഇത് 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയുണ്ട്. നമുക്ക് പഴം മിക്സിയുടെ ജാറിൽ അടിച്ചിട്ട് വരാം. പഴം അടിച്ചതിനകത്തേക്ക് തന്നെ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഒന്നുകൂടെ അടിച്ചെടുക്കാം. ഇതിലേക്ക് അടിച്ചു വെച്ചിരുന്ന മുട്ടയും പഴവും കൂടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ 2 സ്പൂൺ പഞ്ചസാരയും ഒരു തരി ഏലക്കാപ്പൊടി 1 സ്പൂണ് ബേക്കിംഗ് സോഡയും ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടെ ഇച്ചിരി മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ച് കൊടുക്കാം. പഞ്ചസാര നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. മിൽക്ക് മെയ്ഡ് ഒഴിക്കാമെന്നുള്ള ഇതിലാണ് പഞ്ചസാര കുറച്ചാക്കിയിട്ടുള്ളത്. ഇതിന് നല്ല മധുരമുള്ളതായോണ്ടേ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്കൊരു 2 സ്പൂണിന് വരുന്ന എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ഈ ഒരു പരുവത്തി ഇരിക്കണം മാവ് പൊടിയാക്കി വരുമ്പോൾ. ഓക്കെ, അപ്പം ഇനി നമുക്ക് പാത്രത്തിലേക്ക് ആക്കാം. ഓവനൊന്നുമില്ല, അപ്പം ഞാൻ ചെയ്യുന്നത് ഈ ഫ്രൈങ് പാനിലാണ് കേട്ടോ. അതിനകത്തൊക്കെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഈ മാവ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിതിൽ മുകളിൽ ഡെക്കറേറ്റ് ചെയ്തേക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ടുണ്ട്. നമുക്കിത് അടുപ്പിൽ വയ്ക്കാം. ഞാൻ ഇതുപോലെ ഒരു പാത്രം അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ സാധനം വെച്ച് തിരികെ വെച്ചിട്ടാണ് അതിൻ്റെ മുകളിലാണ് ഫ്രൈങ് പാൻ വയ്ക്കുന്നത് കേട്ടോ. നമുക്ക് അങ്ങനെ വെച്ച് ചെറിയ തീയിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം. നന്നായിട്ട് അടച്ച് വെച്ച് റെഡിയാക്കി എടുക്കാം. ചെറിയ തീ ഇടണം കേട്ടോ. അടിപൊളി കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട് കണ്ടോ. നല്ല ടേസ്റ്റാണ് ഇതിന്. അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.